ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സന്തോഷമാണല്ലോ അല്ലേ? ഇന്നലെ ധ്യാനത്തിലൊക്കെ നന്നായി പങ്കെടുത്ത് പ്രാർത്ഥിച്ച് കൂടുതൽ ഉന്മേഷവാന്മാരായിട്ടായിരിക്കാം ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഇന്ന ദിവസം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒത്തിരിയേറെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നൽകുന്നതിന് ആശംസിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമുക്ക് ഈശോയെ കൂടുതൽ അടുത്ത് അനുഭവിക്കണം, പ്രാർത്ഥിക്കണം, ഈശോയുടെ കൂടെ ആയിരിക്കണം, ദൈവത്തിന്റെ മക്കളായി എങ്ങനെ ജീവിക്കണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ദിവസമാണ്. പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചു വരണം. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നിങ്ങൾ 10 ദൈവാനുഗ്രഹങ്ങൾ എഴുതിക്കൊണ്ട് വരണമെന്ന്. എല്ലാവരും എഴുതിയോ? അത് മറന്നുപോയോ? കുറെ കൂട്ടുകാരെ മറന്നുപോയിട്ടുണ്ടാവാം, കുറെ കൂട്ടുകാരെ കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ടാവാം, കുറെ കൂട്ടുകാര് അപ്പയുടെ അമ്മയോടെ ഒക്കെ പോയി ചോദിച്ചിട്ടുണ്ടാവാം എന്തായി ദൈവാനുഗ്രഹം എന്നൊക്കെ, അല്ലേ? എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിൽ എടുക്കുക. ദൈവം ഒത്തിരിയേറെ നമ്മളെ അനുഗ്രഹിച്ച നാളുകളായിരുന്നു കഴിഞ്ഞ നാളുകളൊക്കെ. പ്രതിസന്ധികളും വിഷമങ്ങളും കഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടും നഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും ദൈവം നമ്മളെ അവന്റെ കരങ്ങളിൽ സംരക്ഷിച്ചില്ലേ? അതുകൊണ്ട് തന്നെ ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. പരിശുദ്ധ അമ്മ ഓരോ നിമിഷവും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കാൽവരി കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. നമ്മോട് കൂടെയും ഈ പരിശുദ്ധം എപ്പോഴും ആയിരിക്കുന്നുണ്ട്. നമ്മളെ ധൈര്യപ്പെടുത്തുവാൻ, പരിശുദ്ധാത്മാവ് നിറയ്ക്കാൻ, ഈശോയെ നൽകാൻ വേണ്ടി പരിശുദ്ധം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഈ ധ്യാനം ആരംഭിക്കാം. നിങ്ങൾ എഴുതിയ ദൈവാനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന നിയോഗം വെച്ചുകൊണ്ട് കരങ്ങളിലെടുത്ത് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി പ്രകാരം പ്രാർത്ഥിക്കുക. നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഒത്തിരി ദൈവാനുഗ്രഹവും ഒത്തിരി ദൈവത്തിന്റെ സാന്നിധ്യവും അനുഭവിക്കുന്ന ഒരു ദിവസമാകുവാൻ ഇന്ന് നിങ്ങൾക്ക് ദൈവം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ള പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കുടുംബജീവിതത്തിൽ മാതാപിതാക്കളോട് ചേർന്ന് എപ്രകാരം നല്ല മക്കളായി ഈശോയുടെ മക്കളായി ജീവിക്കാം എന്നതിനെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും നല്ലൊരു കുടുംബമുണ്ട് അല്ലേ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഇപ്പം അപ്പൻ്റെ ഒരു മുഖം ഓർത്ത് നോക്കിക്കേ, അമ്മയുടെ മുഖം, സഹോദരങ്ങളുടെ മുഖം, എത്രമാത്രം മനോഹരമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും മാതാപിതാക്കളെയും ഒക്കെ ദൈവം നമുക്ക് നൽകിയത്. ചില വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളപ്പം നമ്മൾ ചിന്തിക്കും, ഓ എന്ത് വിഷമ, എന്ത് ദുഃഖ, ഇവിടെയൊന്നും മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ.
പക്ഷേ ദൈവം നമുക്ക് വേണ്ടി അനാദിയിലെ കണ്ടെത്തി നൽകിയതാണ് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുടുംബ സാഹചര്യം. അവിടെയാണ് നമ്മൾ വളർന്ന് നല്ല ഫലം പുറപ്പെടുവിക്കേണ്ടത്. 100 മേനിയും 60 മേനിയും 30 മേനിയൊക്കെ ഫലം പുറപ്പെടുവിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹീതരായ മക്കളാകേണ്ടത്. നമുക്കിപ്പോൾ ചിന്തിക്കേണ്ടത് നസ്രത്തിലെ ഒരു കുഞ്ഞു കുടുംബത്തെക്കുറിച്ചാണ്, തിരുക്കുടുംബത്തെക്കുറിച്ച്. അവിടെ പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും ഈശോയും അടങ്ങുന്ന ആ കുടുംബം എങ്ങനെ സ്വർഗീയ വാസസ്ഥലമായി മാറി എന്നതിനെക്കുറിച്ചാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 40-ാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്: ശിശു വളർന്നു, അവൻ ജ്ഞാനം സ്വീകരിച്ചു, ജ്ഞാനത്തിൽ നിറഞ്ഞ് ശക്തനായി, ദൈവത്തിൻ്റെ കൃപ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ശിശു വളർന്നു, ജ്ഞാനം സ്വീകരിച്ചു, ദൈവത്തിൻ്റെ കൃപ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഈശോയെക്കുറിച്ച് പറയുന്നതാണ്. നമ്മളെക്കുറിച്ചും ഇങ്ങനെ തന്നെ പറയാൻ വേണ്ടി സാധിക്കണം. ഈ കുടുംബത്തിൽ ജനിച്ച് വളരുന്ന നാം ഓരോരുത്തരും അവൻ ജ്ഞാനത്തിലും വളർന്നവനാ, അവൻ വിശുദ്ധിയിൽ വളർന്നവനാ, പരസ്പര സ്നേഹത്തിൽ വളർന്നവനാ. അങ്ങനെ ഈ കുടുംബത്തിനും സമൂഹത്തിനൊക്കെ അനുഗ്രഹമാകുവാൻ പ്രാപ്തനായ ഒരു വ്യക്തിയായിട്ട് ഈ വ്യക്തി ഒരുങ്ങി വരുന്നവനാണെന്ന് നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പറയലുണ്ടോ? അതുകൊണ്ട് നമുക്ക് ഈ രീതിയിലേക്ക് വളരണം. അങ്ങനെ വളരുമ്പോഴാണ് ആരുടെ കൃപ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്? ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശോ എപ്പോഴും പിതാവായ ദൈവത്തിൻ്റെ ഹിതം തേടുകയും അനുവർത്തിക്കുകയും ചെയ്തപ്പോൾ അവനോടുകൂടെ ദൈവത്തിൻ്റെ കരം നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരുന്നു. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51-52 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്: അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. നസ്രത്തിൽ തിരിച്ചു വന്നിട്ട് ഈശോ ജെറുസലേം ദേവാലയത്തിൽ മാതാപിതാക്കൾ ജെറുസലേം ദേവാലയത്തിൽ ഈശോയെ കണ്ടെത്തി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒത്തിരി വിഷമിച്ചുകൊണ്ടിരുന്ന ആ മാതാപിതാക്കൾക്ക് വിധേയനായിട്ട് ഈ ഈശോ ജീവിക്കുകയാണ്. നമ്മളും എപ്രകാരമാണ് വിധേയത്വത്തോടെ നമ്മുടെ കുടുംബത്തിൽ വളരുന്നത്? ഇന്ന് ഈ കാലഘട്ടത്തിൽ കാണുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കാലഘട്ടം വരെ മാതാപിതാക്കളോട് വിധേയപ്പെട്ടൊക്കെ മക്കൾ ജീവിക്കും. എന്നിട്ട് പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഒരു പ്രായമൊക്കെ കഴിയുമ്പോൾ, ഒരു 10, 12, 13 വയസ്സാകുമ്പോൾ തന്നിഷ്ടങ്ങളനുസരിച്ച് മക്കൾ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കും. പലപ്പോഴും നമ്മൾ പറയും തെറ്റായ സാഹചര്യങ്ങൾ, കൂട്ടുകെട്ടുകൾ, മാധ്യമങ്ങൾ എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ തീരുമാനിക്കണം, ഇങ്ങനെയൊരു തെറ്റായ കാര്യങ്ങൾക്കും വിധേയത്വമില്ലാത്ത ജീവിതത്തിനും ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുത്തുകൂടാ. കാരണം ഈ മാതാപിതാക്കളെ ദൈവമാണ് നമുക്ക് നൽകിയത്. ദൈവം ചില ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ അവർക്ക് വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ ഈശോ എപ്രകാരം ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്നോ അതുപോലെ ഇന്നത്തെ നമ്മുടെ കുടുംബ സാഹചര്യത്തിൽ നമ്മളും വളർന്നു വരും. നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറും. ഒരിക്കലും നമ്മുടെ തിന്മയൊന്നും മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നില്ലല്ലോ. ചിലപ്പോൾ ഒക്കെ മാതാപിതാക്കൾ വഴക്ക് പറയും, നമ്മൾ വിഷമിപ്പിക്കുമായിരിക്കും, ചില വഴക്ക് അടിയൊക്കെ തരുമായിരിക്കും. പക്ഷെ എന്തിനു വേണ്ടിയാ? നമ്മുടെ വളർച്ചയാണ് ഈ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ധ്യാനാവസരത്തിൽ നമുക്ക് ചിന്തിക്കണം, എനിക്ക് ഈശോയുടെ പ്രിയപ്പെട്ട നല്ലൊരു മകനായിട്ട് ഈ കുടുംബത്തിൽ വളരണം, ഈ മാതാപിതാക്കൾക്ക് അനുഗ്രഹമായിട്ട് തീരണം. വിധേയത്വമില്ലാത്ത മക്കൾ അവർ മറ്റ് തെറ്റായ കൂട്ടുകെട്ടുകൾക്ക് പിന്നാലെ പോകും, തെറ്റായ മാധ്യമങ്ങളുടെ ലോകത്തേക്ക് പ്രവേശിക്കും. അവർ കഴിഞ്ഞ ദിവസം ഞാൻ നിലമ്പൂർ എൻ്റെ വീടിൻ്റെ അടുത്ത്, എൻ്റെ ആശ്രമത്തിനടുത്ത് ഒരു കൊച്ചു വന്നിട്ട് രാത്രി മുഴുവൻ പബ്ജി കളിയെ 22 മണിക്കൂർ പബ്ജി കളിച്ച് തൻ്റെ സമയം ചെലവഴിക്കുന്ന ഒരു കൊച്ചിനെ കണ്ടു. പ്രിയപ്പെട്ടവരെ, എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നഷ്ടത്തിനും അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഇച്ഛകൾക്കും വിട്ടുകൊടുക്കുന്നത്, തിന്മയുടെ ശക്തികൾക്ക് വിട്ടുകൊടുക്കുന്നത്? അങ്ങനെ അനേകം സമയം ഈ ലോകത്തോടൊക്കെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് കൂടെയുള്ളവരെ സ്നേഹിക്കാൻ പറ്റില്ല. ഒത്തിരിയേറെ ഫേസ്ബുക്ക് ഫ്രണ്ട് ഉണ്ടാവാം, ഒത്തിരിയേറെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവാം, ഒത്തിരിയേറെ ഇൻസ്റ്റഗ്രാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ എൻ്റെ അടുത്ത് നിൽക്കുന്നവനെ, എൻ്റെ കൂടെയുള്ള അപ്പനെ അമ്മയൊക്കെ സ്നേഹിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ടോ? അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, ഈശോയെ എളിമയുള്ള വിധേയത്വമുള്ളൊരു മനസ്സെനിക്ക് നൽകണം. മാതാപിതാക്കൾക്ക് അനുസരണമുള്ളവളായി ജീവിക്കാൻ എന്നെ സഹായിക്കണം. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ കാലത്ത് കഴിഞ്ഞ 6 മാസക്കാലം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂടെ നിരന്തരം സഞ്ചരിച്ചു. എത്രയോ പ്രാവശ്യം അവർ നമ്മളെ പല കാര്യങ്ങൾ പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട്. എപ്രകാരമായിരുന്നു നമ്മുടെ അവരോടുള്ള പെരുമാറ്റം? എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിച്ചത്, ഒരുക്കിയത്, നല്ല രീതിയിൽ നമ്മുടെ സമയത്തെയൊക്കെ ചെലവഴിച്ചത്? അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട്, മാതാപിതാക്കളെ സ്നേഹിച്ച്, സന്തോഷത്തോടെ അവരുടെ ജോലികളിലൊക്കെ അവരെ സഹായിച്ച്,
നമുക്ക് വേണ്ട വിധം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് സന്തോഷമുള്ള, നല്ല പ്രസരിപ്പുള്ള, നല്ല കൂട്ടായ്മയുള്ളൊരു കുടുംബമായിട്ട് നമ്മുടെ കുടുംബത്തെ വാർത്തെടുക്കാം. അങ്ങനെ ജീവിക്കുമ്പോൾ നസത്തിലെ കുടുംബത്തിൽ ഈശോ വളർന്നു വന്നതുപോലെ നമ്മളും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരും. അങ്ങനെയുള്ള മക്കൾ സഭയ്ക്കൊരനുഗ്രഹമാണ്, കുടുംബത്തിനൊരു അനുഗ്രഹമാണ്. നാളെ നിൻ്റെ അപ്പൻ നിന്നെക്കുറിച്ച് അഭിമാനിക്കാൻ സാധിക്കണം, നിൻ്റെ മകനെന്ന് നിന്നെക്കുറിച്ച് അഭിമാനിക്കാൻ സാധിക്കണം, മകളെന്ന് നിന്നെക്കുറിച്ച് അഭിമാനിക്കാൻ സാധിക്കണം. നീ ഒരു കുടുംബത്തിന് അനുഗ്രഹമായിട്ട് തീരണം. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളിരിക്കുന്ന ഇടങ്ങളിൽ കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഒരു നിമിഷം നമ്മുടെ മാതാപിതാക്കളെ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. അനാദിയിലെ ദൈവം എനിക്ക് നൽകിയ എൻ്റെ മാതാപിതാക്കൾ, അവരെത്ര സ്നേഹത്തോടെ എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നത്. അവർക്കൊത്തിരിയേറെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം ഉണ്ട്. എന്നിട്ടും അവരെത്രമാത്രം എന്നെ സ്നേഹിക്കുന്നത്. കണ്ണീരൊഴുക്കി എൻ്റെ വേദനകളിൽ അവരുടെ വേദനകൾ എന്നോട് പങ്കുവയ്ക്കാതെ മറിച്ച് കൂടുതൽ എന്നെ സ്നേഹിച്ച് സംരക്ഷിച്ച് അവരെന്നെ വളർത്തുകയല്ലേ. അവരോട് എന്നും നന്ദിയുള്ളവരായി അവരെ സ്നേഹിച്ച് സഹായിച്ച് അവർക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാൻ എൻ്റെ ഈശോയെ നീ എന്നെ സഹായിക്കണമേ. എൻ്റെ ഈശോയെ, എൻ്റെ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാനും അവരെ കേൾക്കുവാനും അനുസരിക്കുവാനും എൻ്റെ ഈശോയെ എന്നെ സഹായിക്കണമേ. ആമേൻ. ലോക്ക്ഡൌണിന് ശേഷം തുള്ളിച്ചാടി കളിച്ചിട്ട് എത്ര നാളായല്ലേ. എത്രയോ കാര്യങ്ങളിലൂടെ നമ്മൾ വ്യാപൃതരായി കഴിഞ്ഞു പോയതാ. പക്ഷേ 5-6 മാസമായി നമ്മളിങ്ങനെ ഇതിനുള്ളിൽ ഒതുങ്ങിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ അടുത്തൊരു ആക്ഷസോങ്ങിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ കൂടുതൽ വളരാൻ വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് വേണം അതിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി. പ്രത്യേകമായി നമ്മുടെ കുട്ടികളായിട്ടുള്ള മക്കൾ നമ്മുടെ കൂടെയുണ്ട്. 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ 10ാം ക്ലാസ് വരെ പിള്ളേര് ഒത്തിരി സന്തോഷത്തോടെ ഇതിൽ പങ്കെടുക്കുമ്പോൾ മനസ്സിനൊരു ഉണർവൊക്കെ കിട്ടും, ശരീരത്തിന് ഉന്മേഷം കിട്ടും, ആ ക്ഷീണമൊക്കെ അങ്ങ് മാറും. ആരെയും ക്ലാസ് കൂടി മടുത്തുപോയോ? നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈ ആക്ഷസോങ്ങിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മളെ അതിലൂടെ കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ. പാടിക്കൊണ്ട് 2 പ്രാവശ്യം കൈകൊട്ടിട്ട് 3 പ്രാവശ്യം തുള്ളിച്ചാടി 4 പ്രാവശ്യം കൈകൾ കറക്കി ഇരിക്ക് എഴുന്നേറ്റ് നിൽക്ക് നടക്ക് ഓട് ചാട് തുള്ളിച്ചാട് ഈ ആരോഗ്യം ഫുള്ളും യേശുവിനായി കൊടുക്ക് അവനായി മാത്രം ജീവിച്ചിട്. വലങ്കാലിൽ വലങ്കൈ കൊണ്ടൊന്ന് ടച്ച് ഇടങ്കാലിൽ ഇടങ്കൈ കൊണ്ടൊന്ന് ടച്ച് വലങ്കാലിൽ വലങ്കൈ കൊണ്ടൊന്ന് ടച്ച് ഇടങ്കാലിൽ കൈകോർത്തിട്ട് ഒന്ന് ലിഫ്റ്റായിട്ട് ഇടത്തോട്ടും വലത്തോട്ടും മുന്നോട്ടും പിന്നോട്ടും ചാടി 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 നിൽക്ക് ഇരിക്ക് എഴുന്നേറ്റ് നിൽക്ക് നടക്ക് ഓട് ചാട് തുള്ളിച്ചാട് ഈ ആരോഗ്യം ഫുള്ളും യേശുവിനായി കൊടുക്ക് അവനായി മാത്രം ജീവിച്ചിട്. അല്ലല്ലല്ലേ അല്ലല്ലല്ലേ അല്ലല്ലല്ലല്ല ഹല്ലേലൂയ അല്ലല്ലല്ലേ അല്ലല്ലല്ലേ അല്ലല്ലല്ലല്ല ഹല്ലേലൂയ. ലെഫ്റ്റ് സൈഡിൽ റാ പോലെ വളയേ, റൈറ്റ് സൈഡിൽ ആ സെയിം സ്റ്റൈലിൽ. ലെഫ്റ്റ് സൈഡിൽ റാ പോലെ വളയേ, റൈറ്റ് സൈഡിൽ ആ സെയിം സ്റ്റൈലിൽ. കൈകൾ കൊണ്ട് ആ പാദത്തിൽ തൊട്ടിട്ട് നിവർന്നും കുനിഞ്ഞും കുനിഞ്ഞും നിവർന്നും ചാടി 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 നിൽക്ക് ഇരിക്കെ എഴുന്നേറ്റ് നിൽക്ക് നടക്ക് ഓട് ചാട് തുള്ളിച്ചാട് ഈ ആരോഗ്യം ഫുള്ളും യേശുവിനായി കൊടുക്ക് അവനായി മാത്രം ജീവിച്ചിട്.
വചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുന്നു എന്ന് എപ്പോഴും എല്ലാവരും പറയുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഈശോയുടെ സ്വരം ഈ വചനത്തിലൂടെ കേട്ടിട്ടുണ്ടോ? ദൈവം നമ്മോട് സംസാരിക്കുന്ന, നിരന്തരമായി നമ്മോട് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് ഈ ബൈബിളിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുന്നത്. ആ ദൈവത്തിന്റെ സ്വരം നമുക്ക് ശ്രദ്ധിക്കണം, ശ്രദ്ധയോടെ അതിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, മധുരം തിരുവചനം എന്ന ഭാഗത്ത് പഠിക്കാൻ പോകുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 115 അധ്യായം 12 വാക്യമാണ്. എല്ലാവരും ബൈബിൾ തുറന്ന് ആ വചനഭാഗം എടുത്തേ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 115 അധ്യായം 12 വാക്യം. അതിൽ ഇപ്രകാരമാണ് നമ്മൾ കാണുന്നത്. ഇപ്രകാരം വചനം നമ്മോട് പറയുകയാണ്, കർത്താവിന് നിന്നെ കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, നമ്മെ കുറിച്ച് വിചാരമുള്ള, ശ്രദ്ധയുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത്. അവൻ വഴിയിലിട്ടിട്ട് പോകുന്ന ഒരു ദൈവമല്ല. ദൈവമാണ് വിളിച്ചിറക്കിക്കൊണ്ട് വന്നതെങ്കിൽ, ദൈവമാണ് കൂട്ടിക്കൊണ്ട് വന്നതെങ്കിൽ, ദൈവമാണ് നമുക്ക് ജന്മം നൽകിയതെങ്കിൽ, ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ സകല കാര്യങ്ങളും ക്രമീകരിക്കുന്നതെങ്കിൽ അവന് നമ്മെക്കുറിച്ച് വിചാരമുള്ളത് കൊണ്ടാണ്, അവൻ നമ്മെക്കുറിച്ച് സ്വപ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈശോയുടെ സ്വർഗത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് വേണം നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ. നമുക്ക് ചുമ്മാ ഒന്നും ജീവിച്ചാൽ പോരാ. നമുക്ക് വെറുതെ കുറിച്ച് പഠിച്ച് ജോലി വാങ്ങി എവിടെയൊക്കെ സെറ്റിലായി ഇങ്ങനെ ജീവിതമൊക്കെ അങ്ങ് നടത്തേക്ക് പോയാൽ പോരാ. നമുക്ക് സ്വർഗത്തിന് ഇഷ്ടം ചെയ്യുന്നുള്ള രീതിയിൽ നമുക്ക് ജീവിക്കണം. അതുകൊണ്ട് തന്നെ ഈ വചനം നിങ്ങൾ നമുക്ക് കാണാതെ പഠിക്കണം. കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട്, അവിടെ നമ്മെ അനുഗ്രഹിക്കും. അടുത്തിരിക്കുന്ന ആളോട് കണ്ണു നോക്കിയിട്ടെന്ന് പറഞ്ഞ്, നിങ്ങളുടെ സഹോദരനോ മാതാപിതാക്കളോ ഒക്കെ അടുത്തിരിപ്പുണ്ടാവാം, അവരോടൊന്ന് പറഞ്ഞേ, കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ, കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഇനി ആ കാര്യങ്ങളൊക്കെ നെഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ച് പ്രകാരം പറഞ്ഞേ, കർത്താവിന് എന്നെ കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും. കർത്താവിന് എന്നെ കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും. ഈ വചനത്തിന്റെ അഭിഷേകത്തിൽ ജീവിതത്തിൽ എപ്പോഴും ഏതൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും, കഷ്ടപ്പാടുകളുണ്ടെങ്കിലും, ദുരിതങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം മറികടക്കാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഈ വചനം നിങ്ങൾക്ക് എപ്പോഴും വലിയൊരു ശക്തിയും താങ്ങും തണലുമായി കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ കേൾക്കുന്നത് ദൈവവിളിയെ കുറിച്ചാണ്. പല കൂട്ടുകാരും എന്നോടൊന്ന് ചോദിക്കലുണ്ട്, അച്ഛൻ എപ്പോഴാണ് ഈ ദൈവവിളി കിട്ടിയത്? അതെങ്ങനെയാ? ദൈവം ഒന്ന് ഓടി ഒന്ന് വിളിക്കുമായിരുന്നു? അത് ദൈവം മലമുകളിൽ നിന്ന് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമായിരുന്നു? അങ്ങനെയൊന്നും അല്ല പ്രിയപ്പെട്ട മക്കളെ. വചനത്തിലൂടെ ഈശോ നമ്മോട് പറയുകയാണ്, ഈശോ തനിക്ക് ഇഷ്ടമുള്ളവരെ തന്റെ പക്കലേക്ക് വിളിക്കുന്നു. അവന്റെ കഴിവോ ഗുണമോ പൊക്കമോ വണ്ണമോ പാരമ്പര്യമോ ഒന്നും നോക്കിയിട്ടല്ല, ദൈവം അവനെ എന്താക്കാമെന്ന് ആദ്യം നിശ്ചയിച്ചുകൊണ്ട് തന്നെ അവനോടുള്ള സ്നേഹത്തെ പ്രതി അവൻ ഇഷ്ടമുള്ളവരെ വിളിക്കുകയാണ്. അപ്പോൾ ഓരോ ദൈവവിളിയുടെയും അടിസ്ഥാനം എന്നത് അവന്റെ കഴിവോ ഗുണമൊന്നും അല്ല, ദൈവത്തിന് അവനോട് കൂടിയ ഒത്തിരിയേറെ സ്നേഹം, ഒത്തിരിയേറെ ഇഷ്ടം, ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ടാണ് ദൈവം അവരെല്ലാം വിളിച്ചത്. എത്ര തരം ദൈവവിളികളുണ്ട്? 3 തരം ദൈവവിളികളുണ്ട്. ഒന്നാമതായിട്ട് കുടുംബ ജീവിതത്തിലേക്കുള്ള ദൈവവിളിയുണ്ട്. രണ്ടാമതായി സന്യാസ പൗരോഹിത്യ ജീവിതത്തിലേക്കുള്ള ദൈവവിളിയുണ്ട്. ഏകസ്ഥ ജീവിതത്തിലേക്കുള്ള ദൈവവിളിയുണ്ട്. ഇതെല്ലാം ദൈവവിളിയാണ്. ദൈവം ഓരോരുത്തർക്കും നിശ്ചയിച്ചിരിക്കുന്നത് കണ്ടെത്താൻ വേണ്ടി. നിങ്ങളുടെ പ്രിയപ്പെട്ട വികാരിച്ചെന്ന അവരൊത്തിരിയേറെ സ്നേഹത്തോടു കൂടിയ നിങ്ങളെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നത്. നിങ്ങളുടെ നന്ദി കിട്ടാനോ നിങ്ങളുടെ സഹായം കിട്ടാനോ നിങ്ങളുടെ സ്നേഹം കിട്ടാനോ ഒന്നുമല്ല അവരവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. മറിച്ച് ഈശോയ്ക്ക് വേണ്ടി അവർ സേവനം ചെയ്യുന്നത്. ഈശോയെ നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ് അവർ നിരന്തരം പ്രവർത്തിക്കുന്നത്. എത്ര കഷ്ടപ്പെട്ടും എത്ര ത്യാഗം സഹിച്ചും നിങ്ങളുടെ അടുത്ത് വരുന്നതും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും എല്ലാ കാര്യങ്ങളും നിങ്ങളെ സഹായിക്കുന്നതെല്ലാം ഈ ഒരു കടപ്പാടുള്ളത് കൊണ്ടാണ്, ദൈവത്തോടുള്ള നിരന്തരമായ ബന്ധമുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, അവരുടെ സമർപ്പണ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് ജീവിക്കുകയാണ്. ഈശോയുടെ സ്നേഹം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരികയാണ് പ്രിയപ്പെട്ട സഹോദരിമാര്. അവർക്ക് വേണ്ടി എല്ലാം നമുക്ക് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ ഈ വചന സന്ദേശത്തിൽ പങ്കുവയ്ക്കുന്നത് എന്റെ ദൈവവിളിയെ കുറിച്ചാണ്. ഈ വൈദികനായി ഞാൻ എങ്ങനെ നിങ്ങളുടെ മുൻപിൽ ഈ നിമിഷം നിൽക്കുന്നു എന്നതിനെ കുറിച്ച്. ചെറുപ്പത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട്. എനിക്ക് 2 സഹോദരിമാരുള്ളൂ. ഒരാളിപ്പോൾ സിസ്റ്ററാണ്, ഇളയോടെ നഴ്സിംഗ് കഴിഞ്ഞ് പുറത്താണ്. അപ്പോൾ ഈ 2 സഹോദരിമാർ ഞങ്ങൾ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ എന്റെ സിസ്റ്റർ പെങ്ങൾ പറഞ്ഞു, എനിക്ക് നല്ല സിസ്റ്ററാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് പണിയൊന്നുമില്ല. അങ്ങനെ അവളെ എല്ലാം നിരുത്സാഹപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ വളർന്നു. ഒത്തിരിയേറെ കാര്യങ്ങൾ ഒത്തിരിയേറെ താല്പര്യമൊന്നുമില്ല. ചെറുപ്പം മുതൽ അമ്മച്ചി പറയായിരുന്നു, ഈശോമതി യോസേപ്പെ ചൊല്ലി തന്നിട്ട് എന്നോട് പറയും, നീ നല്ല വൈദികനാണ് കേട്ടോ. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ആവുമൊന്നുമില്ല. പക്ഷെ പിന്നീട് 8ാം ക്ലാസ് 9ാം ക്ലാസ് എനിക്ക് പതുക്കെ വൈദികനാണെന്ന് ആഗ്രഹം വരികയാണ്.
വൈദികനാണെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ എന്റെ അമ്മച്ചി ചെറുപ്പത്തിൽ എന്താ പറഞ്ഞത്? നല്ല വൈദികനാവാൻ പോയിക്കോ. പക്ഷെ ഇപ്പോഴെന്താ പറയുന്നത്? 9ാം ക്ലാസ്സിൽ ഞാൻ സെമിനാരി പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ എന്റെ പ്രിയപ്പെട്ട അമ്മച്ചി പറയുക, അങ്ങനെ സെമിനാരിലൊന്നും പോകണ്ട, അങ്ങനെയൊന്നും പോകണ്ട, ഞാൻ വിടൂല. അങ്ങനെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നുപോയി. അങ്ങനെ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിൽ സെമിനാരിൽ എടുത്തില്ല. 10ാം ക്ലാസ് കഴിഞ്ഞു ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞു +2 കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. +2 കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ എന്റെ ചാച്ചൻ പറഞ്ഞു, ഇങ്ങനെ സെമിനാരിൽ പോകുന്നതിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല, സെമിനാരിൽ പോകുന്നതിൽ ചിന്തിക്കേണ്ട, മറ്റു പണികളും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചു. അപ്പോൾ ഞാൻ ഈശോയോട് ഒത്തിരിയേറെ സങ്കടം വന്നു. ഈശോയെ, എനിക്ക് ഒത്തിരിയേറെ ഇഷ്ടമാണ് സെമിനാരിൽ പോകാൻ, എനിക്ക് ഒത്തിരിയേറെ ഇഷ്ടമാണ് ദൈവവിളി സ്വീകരിക്കാൻ, ഈശോയുടെ പുരോഹിതനാകാൻ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഈശോ എനിക്ക് പഴയ ഒരു കാർട്ടൂൺ കഥ ഓർമ്മപ്പെടുത്തി തരികയാണ്. ഞാൻ 2ാം ക്ലാസ്സിൽ വായിച്ചു മറന്ന ഒരു കാർട്ടൂൺ കഥ. അത് ഇപ്രകാരമാണ്. ഒരമ്മ തന്റെ കൊച്ചിനെ വഴക്ക് പറയുന്നതാണ്. അമ്മ തന്റെ കുഞ്ഞിനെ വഴക്ക് പറയുന്നത് ഇപ്രകാരമാണ്: നീ ഒന്നിനും കൊള്ളാത്ത ഒരു കൊച്ചാണ്. ആ മറ്റുള്ളവരെയൊക്കെ കണ്ടുപിടിച്ച് അവർക്കെല്ലാം പരീക്ഷ നല്ല മാർക്കാ, അവരെല്ലാം നല്ല മിടുക്കന്മാരാ, അവരെല്ലാം സജീവമായെല്ലാം ചെയ്യുന്നു, നീ ഒന്നിനും കൊള്ളാത്തതാ. എന്നിട്ട് അവസാനം ഈ കൊച്ചിനോട് തന്റെ പ്രിയപ്പെട്ട അമ്മ പറയുകയാണ്, നീ ഒന്നിനും കൊള്ളാത്ത ഒരു മരക്കഴുതയാണ്. ഈശോയുടെ ഒത്തിരി സ്നേഹമുള്ള ഈ കുഞ്ഞെന്ത് ചെയ്തു? വീടിന് പുറകിൽ പോയിരുന്ന് ഒത്തിരി വിഷമത്തോടെ ചിന്തിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട അമ്മച്ചി പറഞ്ഞത് ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരു മരക്കഴുതയാണെന്ന്. പക്ഷേ ഓശാന ഞായറാഴ്ച ഈശോ കഴുതപ്പുറത്തല്ലേ സഞ്ചരിച്ചത്? അതുകൊണ്ട് ഞാൻ കർത്താവിന്റെ കഴുതയാ, അവൻ എന്നെ ആവശ്യമുണ്ട്. ഈ വീടിന്റെ പുറകിൽ പോയിരുന്ന് ഈ കുഞ്ഞ് ചിന്തിക്കുകയാണ്, ഞാൻ കർത്താവിന്റെ കഴുതയാ, അവൻ എന്നെ ആവശ്യമുണ്ട്. ആ കൊച്ചു ചാടി എണീറ്റ് എല്ലാവരോടും പറഞ്ഞു. പ്രിയമുള്ളവരെ, എന്റെ ദൈവവിളിയുടെ പ്രതിസന്ധിയിൽ, എന്റെ ദൈവവിളിയുടെ ചില ചോദ്യത്തിന്റെ സമയത്ത്, ചില സങ്കടങ്ങളുടെ സമയത്ത്, ചില വിഷമങ്ങളുടെ സമയത്ത് ഇന്നും പുരോഹിതനായി എന്നെ നിൽക്കുവാൻ വേണ്ടി എന്നെ ശക്തിപ്പെടുത്തിയത് ഈ വ്യക്തിയിലൂടെ പറഞ്ഞ ആ കാർട്ടൂൺ കഥയിലെ ഒരനുഭവമാണ്. ഞാൻ കർത്താവിന്റെ കഴുതയാ, അവൻ എന്നെ ആവശ്യമുണ്ട്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഈ ഉത്തരം എനിക്ക് കിട്ടി. ഞാൻ ചാടി എണീറ്റ് എല്ലാവരോടും പറയാൻ തുടങ്ങി, ഞാൻ കർത്താവിന്റെ കഴുതയാ, അവൻ എന്നെ ആവശ്യമുണ്ട്. ഞാൻ കർത്താവിന്റെ കഴുതയാ, അവൻ എന്നെ ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, 12 വർഷങ്ങൾക്ക് ശേഷം ഒത്തിരിയേറെ പ്രതിസന്ധികളിലൊക്കെയാണ് ഞാൻ ഫോർമേഷൻ കാലഘട്ടങ്ങളിൽ കടന്നുപോയത്. ഒറ്റപുത്രന്മാരെയൊന്നും എടുക്കാത്ത സാഹചര്യങ്ങളൊക്കെ സെമിനാരിയിൽ ഉണ്ടായിരുന്നു. ഒത്തിരി വിഷമം തോന്നിയ സാഹചര്യങ്ങൾ. പക്ഷേ എന്റെ ഈശോ എന്നെ വിളിച്ചു, എന്റെ ഈശോ എന്നെ സ്വന്തമാക്കി, എന്റെ ഈശോ അവന്റെ ഹൃദയത്തോട് എന്നെ ചേർത്ത് പിടിച്ചു. അവനോട് പറയുക, നീ എന്റെ സ്വന്തമാണ്, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഇന്ന് മക്കളായി നിങ്ങളോട് ഞാൻ പറയാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ദൈവം നിങ്ങളെ വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കേൾക്കണം. അൾത്താരെ നിൽക്കേണ്ടവൻ അടുക്കളയിൽ പോയി നിന്നിട്ടോ, അടുക്കളയിൽ നിൽക്കേണ്ടവൻ അൾത്താരെ നിന്നിട്ടോ കാര്യമില്ല. നിങ്ങൾ ദൈവത്തിന്റെ സ്വരത്തിന് നിരന്തരം കാതോർക്കണം. ദൈവത്തിന്റെ സ്നേഹത്തോട് നിരന്തരം ചേർന്ന് നടക്കണം. തീഷ്ണമതികളായ, ധീരമതികളായ നല്ല വൈദികരെ നമുക്ക് ആവശ്യമുണ്ട്. നല്ല സമർപ്പിതരെ ആവശ്യമുണ്ട്. നല്ല ആത്മായ ശുശ്രൂഷകരെ ആവശ്യമുണ്ട്. നല്ല കുടുംബജീവിതം നയിക്കുന്നവരെ ആവശ്യമുണ്ട്. ദൈവം നിങ്ങളെ വിളിച്ച ആ വിളിക്ക് നിങ്ങൾ നിരന്തരമായി ഉത്തരം കൊടുക്കണം. കർത്താവിന്റെ സ്വന്തമാണ് നിങ്ങൾ ആ ദൈവത്തിന് ആവശ്യമുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളാരും ചന്തസ്ഥലങ്ങളിലൂടെ അലയേണ്ടവരല്ല, മദ്യപിച്ച് ലക്ഷ്യമിട്ട് നടക്കേണ്ടവരല്ല, ലോകത്തിന്റെ ഇമ്പങ്ങളിലൂടെ കടന്നു പോകേണ്ടവരല്ല. ദൈവത്തിന്റെ സ്വന്തമായി നിരന്തരം ദൈവത്തിന്റെ കൂടെ ആയിരിക്കേണ്ടവരാണ്. ഈ ദൈവത്തിന്റെ സ്വപ്നം കാക്കാൻ, ദൈവത്തിന്റെ ഹിതം നിറവേറ്റാൻ, അനേകം ജനങ്ങളുടെ നിലവിളികൾ ഉത്തരമാകുവാൻ വേണ്ടി ദൈവം നിങ്ങൾക്ക് ഒത്തിരിയേറെ ശക്തിയും ഒത്തിരിയേറെ കൃപകളും നൽകട്ടെ. നല്ല മക്കളായി ജീവിക്കുവാൻ, ദൈവവിളിക്ക് നിരന്തരം കാതോർക്കുവാൻ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. ഈ ദൈവവിളിയുടെ പങ്കുവയ്ക്കൽ നിങ്ങൾക്ക് അതിന് പ്രചോദനം നൽകട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, ഓരോ ധ്യാനത്തിന്റെ അവസാനത്തിൽ 3 കാര്യങ്ങൾ പറയുമെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചായിരുന്നു. ഇന്നലെ 3 കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ അത് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ധ്യാനമൊക്കെ നന്നായിരുന്നോ? നന്നായി അതിൽ പങ്കെടുത്തോ? ഇന്ന് ഈ ധ്യാനത്തിന്റെ അവസാന ഭാഗത്ത് 3 കാര്യങ്ങൾ നാളെ നിങ്ങൾ ധ്യാനത്തിൽ വരുന്നവർക്ക് ചെയ്യണം. അതിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്, നാളെ എപ്പോഴെങ്കിലും പകൽ സമയം കിട്ടുമ്പോൾ എവിടെയെങ്കിലും ശാന്തമായിരുന്ന് നിങ്ങളൊരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഓരോ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയുടെ സന്നിധിയിൽ എന്താണ് പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുന്നത്? കർത്താവായ ഈശോയെ, ഈ വ്യക്തിക്ക് വേണ്ട അനുഗ്രഹങ്ങൾ കൊടുക്കണം, അവന്റെ കാര്യത്തിൽ നീ ഇടപെടണം, അവളുടെ കാര്യത്തെ നീ നോക്കണം. അവളുടെ ജീവിതത്തിൽ ക്ഷമ കുറഞ്ഞു പോയി, സന്തോഷം കുറഞ്ഞു പോയി, കൃപ കുറഞ്ഞു പോയി, കൂട്ടായ്മ കുറഞ്ഞു പോയി, വേണ്ടതുപോലെ നീ ഇടപെടണം. കാനായിൽ പരിശുദ്ധമ്മ ഇടപെട്ടതുപോലെ ഓരോ ജപമാലയിൽ പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധമ്മ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധമ്മ നിന്റെ ജീവിതത്തിൽ ഇടപെടും. പരിശുദ്ധമ്മ നിന്റെ ജീവിതത്തെ ഏറ്റെടുക്കും.
അതുകൊണ്ട് നാളെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒരു അരമണിക്കൂർ ശാന്തമായിരുന്ന് ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടിയാണ് നാളത്തെ ജപമാല നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. കാരണം പ്രത്യേകമായി നാളെ ദിവസം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കപ്പെട്ട ദിവസമാണ്. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നമ്മൾ കൂടുതൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു ജപമാല ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട് നിങ്ങളൊരു പേപ്പറിൽ ദൈവാനുഭവം എഴുതണം. ഒരു ദൈവാനുഭവം, നിങ്ങൾക്കുണ്ടായ ഒരു ദൈവാനുഭവം. അത് ഒരു അപകടത്തിൽ രക്ഷിച്ചതാവാം, അല്ലെങ്കിൽ പ്രതിസന്ധികളിൽ ദൈവം കരകയറ്റിയതാവാം, അല്ലെങ്കിൽ അത്ഭുതകരമായ ദൈവം ഇടപെട്ടതാവാം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നല്ല പ്രചോദനങ്ങളാവാം, നല്ല ദൈവീക സ്മരണകളാവാം. അതൊരു ദൈവാനുഭവമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊരു പേപ്പറിൽ എഴുതി നാളെ ധ്യാനത്തിൽ വരുമ്പോൾ കൊണ്ടുവരണം. നാളെ 7 മണി 8 മണി വരെ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ആ പേപ്പറും കൂടെ നിങ്ങൾ എടുക്കണം. അപ്പോൾ രണ്ടാമതായിട്ട് ഒരു ദൈവാനുഭവം നിങ്ങൾ എഴുതി ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. മൂന്നാമതായിട്ട് അന്ന് നമ്മൾ പ്രത്യേകമായിട്ട് മാതാപിതാക്കളെ കുറിച്ചൊക്കെ കണ്ടു. ആരാണ് മാതാപിതാക്കൾ, എന്താണ് അവരുടെ ദൗത്യം എന്നൊക്കെ കണ്ടു. അതുകൊണ്ട് മാതാപിതാക്കളെ കുറിച്ച് 5 നന്മകൾ എഴുതി അവർക്ക് കൊടുക്കണം. എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നവനാ, എൻ്റെ അപ്പനോ എന്നോട് ഒത്തിരി ശ്രദ്ധയുള്ളവനാ, എൻ്റെ അപ്പൻ്റെ വാക്കുകൾ എന്നെ ഒത്തിരി പ്രചോദിപ്പിക്കുന്നുണ്ട്, അപ്പൻ്റെ നന്മകളുണ്ട്, അപ്പൻ ഒത്തിരിയേറെ കരുതലുള്ളവനാ, അപ്പൻ ഒത്തിരിയേറെ സഹിച്ചിട്ടും എനിക്ക് വേണ്ടി എന്നെ കൂടുതൽ ശ്രദ്ധയോടെ പരിപാലിക്കുന്നവൻ, അങ്ങനെ ഒത്തിരി നന്മകളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിമാര്, എന്തോരം അമ്മമാരൊക്കെ വരുന്നത് കഷ്ടപ്പെടുന്നത്, എന്തോരം കഷ്ടപ്പാടുകൾ അവർ നമുക്ക് വേണ്ടി സഹിക്കുന്നത്. എന്തിനു വേണ്ടിയാ? നമ്മളെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാ. അതുകൊണ്ട് അപ്പനെ അമ്മയൊക്കെ നമുക്ക് സ്നേഹിക്കണം. ഈ അപ്പനെ അമ്മയ്ക്കുള്ള 5 നന്മകൾ, അപ്പന്റെ 5 നന്മകൾ എഴുതി അപ്പന് കൊടുക്കണം, 5 നന്മകൾ അമ്മയ്ക്ക് എഴുതി അമ്മയ്ക്കും കൊടുക്കണം. അങ്ങനെ നമുക്ക് കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കാരണം കുടുംബത്തിലാണ് ദൈവം ഇടപെടുന്നത്, കുടുംബത്തിലാണ് ദൈവം മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത്, കുടുംബത്തിലാണ് ദൈവാനുഭവം ഉണ്ടാകുന്നത്. അവിടെ നിന്നാണ് നമ്മൾ മറ്റെല്ലാ ലോകരാജ്യങ്ങളിലേക്കും മറ്റു സാഹചര്യങ്ങളിലേക്കും പ്രതിസന്ധികളിലെല്ലാം ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ ശക്തരായി തീരുന്നത്. അതുകൊണ്ട് ഈ കുടുംബ ബന്ധം ദൃഢമാക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാം അധ്യായം 10-ാം വാക്യം. തൻ്റെ പരിശുദ്ധകരം എല്ലാ ജനതകളുടെയും മുൻപിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും. പ്രിയമുള്ള സഹോദരങ്ങളെ, കുഞ്ഞുമങ്ങളെ, ഈ വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവം നമ്മുടെ മുൻപിൽ അവൻ്റെ കരമുയർത്തിപ്പിടിച്ച് നമ്മളെ അനുഗ്രഹിക്കുവാൻ കാത്തിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഈ വിശുദ്ധ അൾത്താരയിൽ ദിവ്യകാരുണ്യത്തിൽ ഇറങ്ങി വന്ന ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഭവനത്തിൽ, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, നമ്മൾ കടന്നു പോകുന്ന വിഷമങ്ങളിൽ, ബുദ്ധിമുട്ടുകളിലെല്ലാം ദൈവം കടന്നു വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുകയും. ഹെബ്രായർക്കുള്ള ലേഖനം 13-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? ഇപ്രകാരമുള്ള ഒരു ഉറപ്പോടുകൂടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാം. കുടുംബത്തിൽ അനേകം പ്രശ്നങ്ങളുണ്ടാവാം. മാതാപിതാക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നൽ നിങ്ങൾക്കുണ്ടാവാം. അല്ലെങ്കിൽ ഒന്നും പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, വിഷമമാണ്, സങ്കടമാണ് എന്നുള്ള തിരിച്ചറിവായിരിക്കാം. അല്ലെങ്കിൽ പലതിലും തോൽവിയും പരാജയവും നിങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാവാം. ആർക്കും നിങ്ങളോട് ഇഷ്ടമില്ല എന്ന് തോന്നലുണ്ടാവാം. എന്തു തന്നെയായാലും നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ കരുതുന്ന പൊന്നു ദൈവം നിൻ്റെ കൂടെയുണ്ട് എന്ന സത്യം നീ തിരിച്ചറിയുക. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 20-ാം വാക്യം. എഫ്രായിം എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ. ഇത്രമാത്രം സ്നേഹത്തോടെ ബലഹീനരായി നമ്മളെ തേടിയെത്തുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഈ ആരാധനയിൽ നാം എല്ലാവരും പങ്കെടുക്കുന്നത്. ഈശോ നമ്മുടെ കൂടെ നിൽക്കുന്ന അനുഭവം. താബോർ ധ്യാനത്തിൻ്റെ 2-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈശോയെ, നിൻ്റെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയും സകല മാലാഖമാരും വിശുദ്ധരും സ്വർഗീയ ഗണം മുഴുവനും ഈ അൾത്താരയിൽ കടന്നു വന്നിട്ടുണ്ട്. ഈ സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന്, ഈ നവവൃന്ദം മാലാഖമാരോട് ചേർന്ന് പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാ
ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പെന്തക്കുസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. പെന്തക്കുസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.
വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 89 അധ്യായം 1 വാക്യം. കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും. എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. വിശ്വസ്തതയോടെ നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും പലപ്പോഴും നമ്മൾ അകന്നു പോകാറുണ്ട്. അത് ചെറുപ്പത്തിലുണ്ടായ ചില വിഷമങ്ങളോ ചില ബുദ്ധിമുട്ടിപ്പിക്കുന്ന അനുഭവങ്ങളോ ഒക്കെ നമ്മളെ തോൽപ്പിച്ച് കളയാറുണ്ട്. ചിലരൊക്കെ വന്ന് പറയലുണ്ട്, അച്ഛാ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, പെട്ടെന്നുള്ള ദേഷ്യമാണ്, എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പല വിചാരമാണ്, എനിക്ക് അപ്പനോട് കടുത്ത ദേഷ്യമാണ്, അമ്മയോട് കടുത്ത വൈരാഗ്യമാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുക്കാം. ആന്തരിക മുറിവിലൂടെ, ചെറുപ്പകാലത്തെ ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ, മറ്റുള്ളവർ പറഞ്ഞ ചില വാക്കുകളിലൂടെ, ചില അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ട്, അപ്പനും അമ്മയും നാണം കെടുത്തിയപ്പോൾ, ടീച്ചേഴ്സ് കൂട്ടുകാരെ നാണം കെടുത്തിയപ്പോൾ ഉണ്ടായ വിഷമിപ്പിക്കുന്ന അനുഭവങ്ങൾ ഇന്ന് നമ്മെ തോൽപ്പിക്കുന്നുണ്ടാവാം. അത് നമുക്ക് ഈശോയുടെ കരങ്ങളിൽ കൊടുക്കാം. കാരണം കാൽവരിയിൽ മുറിവേറ്റവന്, മറ്റുള്ളവരാൽ പരിത്യക്തമാക്കപ്പെട്ടവന്, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ഉപദ്രവിക്കപ്പെട്ടവന്, എല്ലാവരാലും ഒറ്റിക്കൊടുക്കപ്പെട്ടവന്, എല്ലാവരാലും തള്ളിക്കളയപ്പെട്ടവന് നിൻ്റെ വിഷമങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും. പ്രിയപ്പെട്ട കുഞ്ഞെ, നീ ഈശോയുടെ സന്നിധിയിൽ കരങ്ങൾക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈശോയോട് പ്രാർത്ഥിക്കുക. എൻ്റെ ഈശോയെ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ഈ നിമിഷം വരെ വന്നുപോയ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കണമേ എന്നും, അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ അമ്മ കടന്നുപോയ വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം എൻ്റെ ജീവിതത്തെയും ബാധിച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതത്തെയും പലപ്പോഴും സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ തെറ്റുകൾക്കും അതൊന്നുമല്ല കാരണമെങ്കിലും ചിലതൊക്കെ നമ്മൾ ഇന്നും വീണ്ടും വീണ്ടും അടിക്കടി വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചില ഏകാന്തതകൾ, ചില നിരാശകൾ, ചില ആത്മഹത്യാ പ്രവണത, അതെല്ലാം ഇതിലൂടെയൊക്കെ കടന്നു വരാം. അതുകൊണ്ട് ഈ വഴികളിൽ എന്തെങ്കിലും കുറവുകൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈശോയെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. പ്രിയമുള്ളവരെ, ഒരു വയസ്സ് മുതൽ അല്ലെങ്കിൽ ജനിച്ച അന്ന് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് എനിക്ക് ഉണ്ടായ ചില വിഷമങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, ചില സ്നേഹക്കുറവ് എന്നെ ഒത്തിരിയേറെ വിഷമിപ്പിച്ചിട്ടുണ്ട്. പഠിക്കാൻ സാഹചര്യം കിട്ടാത്തത്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട അവസ്ഥ, അല്ലെങ്കിൽ തള്ളിക്കളയപ്പെട്ട അവസ്ഥ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ചില രോഗങ്ങൾ, എനിക്കുണ്ടായ ചില സൗന്ദര്യക്കുറവ്, എൻ്റെ പൊക്കം, വണ്ണം, നിറം, അതിലൂടെ എനിക്കുണ്ടായ അസ്വസ്ഥതകൾ, എൻ്റെ അപകർഷതാബോധം, അതെല്ലാം എന്നെ ഒത്തിരിയേറെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. ഈ കാലഘട്ടത്തിൽ വന്നുപോയ എല്ലാ മുറിവുകളെയും, എൻ്റെ മനസ്സിനേറ്റ എല്ലാ കുറവുകളെയും, എൻ്റെ എല്ലാ സങ്കടങ്ങളെയും എൻ്റെ ഈശോയെ നിൻ്റെ തിരുക്കരങ്ങളിൽ ഞാൻ അർപ്പിക്കുന്നു. നീ വിശുദ്ധീകരിക്കണമേ, ക്രമീകരിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ.
നമുക്കൊന്നു ചേർന്ന് മനസ്സിൽ ഏറ്റുപാടി പ്രാർത്ഥിക്കാം. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. പ്രിയമുള്ളവരെ, 7 വയസ്സ് വരെയുള്ള കാലഘട്ടം മുതൽ നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ വരെയുള്ള കാലഘട്ടം, ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ കൂട്ടുകെട്ടുകളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. വ്യത്യസ്തമായ അറിവുകളും ചിന്തകളും ബോധ്യങ്ങളും ഒക്കെ ഞാൻ വളർന്നിട്ടുണ്ട്. ഈ ജീവിതത്തിൽ എനിക്കുണ്ടായ മാനസികമായ വിഷമങ്ങൾ ചിലവർ കുറ്റമാരോപിച്ചതാവാം, ചെയ്യാത്ത തെറ്റിന് കുറ്റപ്പെടുത്തിയതാവാം, അല്ലെങ്കിൽ ആർക്കും എന്നോട് ഇഷ്ടമില്ല, എനിക്ക് ആരും ഒരു കൂട്ടുകാരില്ല എന്നൊക്കെയുള്ള ചിന്തയാവാം. ഇതെല്ലാം നമുക്ക് ഈശോയുടെ സന്നിധിയിൽ കൊടുക്കാം. ഒറ്റയ്ക്ക് മാറിയിരുന്ന് കരഞ്ഞത്, അല്ലെങ്കിൽ ചെയ്യാത്ത തെറ്റിന് കുറ്റപ്പെടുത്തിയത്, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കിയത്, എല്ലാവരും മുൻപിൽ വെച്ച് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കളിയാക്കിയപ്പോൾ, നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ കളിയാക്കിയപ്പോൾ നിങ്ങൾക്കുണ്ടായ മാനസികമായ വ്യഥ, അതെല്ലാം നിങ്ങളെ ഒത്തിരി അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ടാവാം. ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും ദുരുപയോഗത്തിലൂടെ മുറിവേറ്റവരുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ആ വിഷമിപ്പിച്ച വ്യക്തിയെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ സൗഖ്യപ്പെടുത്തട്ടെ. അറിവില്ലായ്മ കൊണ്ടും വികാരതീവ്രത കൊണ്ടും ഒക്കെ ചെയ്തു പോയ തെറ്റുകൾ ഈശോ പൂർണ്ണമായിട്ടും അവരിൽ നിന്ന് നമ്മളിൽ നിന്നും പൂർണ്ണമായിട്ടും മായ്ച്ചു കളയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ നിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. എൻ മനസ്സിൻ മുറിവുകൾ നീക്കാൻ നീ വരണേ കാൽവരിനാഥ, കണ്ണീർ മായ്ക്കണമേ. എൻ മനസ്സിൻ മുറിവുകൾ നീക്കാൻ നീ വരണേ കാൽവരിനാഥ, കണ്ണീർ മായ്ക്കണമേ. ഈശോയുടെ സന്നിധി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കുട്ടികളായിരിക്കുന്ന ഇടങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി ഈശോയുടെ സ്നേഹം പൂർണ്ണമായിട്ട് നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഇന്നിമിഷം അനേകം വൈദികർ പല സ്ഥലങ്ങളിലിരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അനേകം സ്ഥലത്ത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട്. നിങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകണം. നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ മുറിവുകളും വിഷമങ്ങളും വേദനകളെല്ലാം ഈശോ തൊട്ട് സുഖപ്പെടുത്തണം. ആ ഈശോയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ഈശോ നിന്നോട് പറയാം, ഭയപ്പെടേണ്ട മകനെ, മകളെ, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ബലപ്പെടുത്താം, നീ എൻ്റെ മകനാ, നീ എൻ്റെ മകളായെന്ന്. ആ ഈശോയുടെ സ്വരം കേട്ടുകൊണ്ട് ഗാനത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തെ പൂർണ്ണമായും നമുക്ക് അനുഭവിക്കാം. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനെ, മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ പൂർണ്ണമായിട്ടും കൊടുക്കാം. ആ മാതാപിതാക്കൾ ദൈവം തന്ന ദാനങ്ങളാണ്. അവരെ നമുക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം. അവർ കുറവും പോരായ്മയൊക്കെ ഉണ്ട്. ചിലപ്പോഴൊക്കെ ചില ബലഹീനതകളിലും കുറവുകളിലൊക്കെ വന്നിരിക്കാം അവർക്ക്. എന്നാൽ അവരെ സ്നേഹിക്കണം,
അവരെ പരിഗണിക്കണം, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം, ജോലിയിൽ സഹായിക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മളെപ്പോഴും പല ആവശ്യങ്ങൾ പറഞ്ഞ് നമ്മൾ വാശി പിടിക്കരുത്. അങ്ങനെയൊക്കെ നമുക്ക് സ്നേഹത്തോടെ നമുക്ക് മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കളെ നമുക്ക് പരിഗണിക്കണം, അവരെയും ബഹുമാനിക്കണം. അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും ചെയ്തു കൊടുക്കണം. ദൈവം തന്ന അനുഗ്രഹമാണ് അവർ. ഈശോയെ അവരെല്ലാം സമർപ്പിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. നീ എനിക്ക് കൂട്ടായി തന്ന സഹോദരങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. ഈ നിമിഷം ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും അതോടൊപ്പം അവരുടെ കുടുംബ സാഹചര്യങ്ങളെയും അവരെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയെല്ലാം മറ്റു മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. അങ്ങനെ എല്ലാവരും കൃപയിൽ നിറയാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. ഈ നിമിഷം ഈ ലോകം മുഴുവനുള്ള എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് ഓർക്കാം. ലോകം മുഴുവനും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പ്രാർത്ഥനയില്ലാതെ, വിശുദ്ധിയില്ലാതെ, നന്മയില്ലാതെ ജീവിക്കുന്നവർ, അവരെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരാധനയുടെ ആശീർവാദത്തിലേക്ക് കടന്നു ചെല്ലാം. നന്ദിയോടെ ഞാൻ സ്തുതിപ്പാ